ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതം സഫലമായി തീരണമെങ്കിലും സന്തോഷത്തോടുകൂടി ഓരോ നിമിഷത്തെയും ചെലവഴിക്കണമെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയേ പറ്റൂ. അവ എന്തൊക്കെയാണ് എന്നാണ് ഒരു കവി പറയുന്നത്. ബ്രഹ്മചര്യമപാരുഷ്യം സത്യം ക്ഷമ തുടർന്നവ ശീലിപ്പാനീശ്വരൻ തന്നോ ഒരനുഗ്രഹ വിശേഷമാം. നമുക്ക് സൽഗുണങ്ങൾ ആചരിച്ച് സത്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈശ്വരൻ തന്ന് അനുഗ്രഹിച്ച ഒരവസരമാണ് ഈ ജീവിതം. ആ ജീവിതത്തെ നാം എപ്രകാരം വിനിയോഗിക്കണം എന്നാണ് ഇതിലൂടെ പറയുന്നത്. ബ്രഹ്മചര്യം എന്നാൽ വിവാഹം കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ മനസ്സെപ്പോഴും ബ്രഹ്മത്തിലേക്ക് ചരിക്കുക, ബ്രഹ്മത്തെക്കുറിച്ച് നിരന്തരം സ്മരിക്കുക, ഓർമ്മിക്കുക. ബ്രഹ്മഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ യാത്രയ്ക്കാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഇത് നാം കൗമാരകാലത്തെ ശീലിക്കേണ്ടതാണ്. 10-12 ഉണ്ണിയായിട്ടും പോയി 10-12 കൊല്ലത്തോളം ചെറിയ കുട്ടി ബാലചാബല്യം മാത്രമാണ്. ആ കുട്ടിക്കൊന്നും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത കാലവുമാണ്. എന്നാൽ കൗമാരത്തിലേക്ക് എത്തുമ്പോഴേക്കും ജീവിതത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും അറിയേണ്ടതിനെ അറിയാനും തള്ളേണ്ടതിനെ തള്ളാനും പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വേണ്ടാത്തതായ കാര്യങ്ങളെ സ്വീകരിക്കാതിരിക്കുക, വേണ്ടതായ കാര്യത്തെ സ്വീകരിക്കുക. ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന കാലത്ത് സിനിമ കാണാൻ ക്ലാസ് കട്ട് ചെയ്ത് സിനിമാ ടാക്കീസിലേക്ക് പോകലോ, അതുപോലെ കൂട്ടുകാരോടുകൂടി വിഹരിക്കലോ അല്ല. ലഹരികൾക്കടിമപ്പെട്ട എത്രയോ കുട്ടികളെ നമുക്കിന്ന് കാണാം. അവരുടെ ജീവിതമെല്ലാം നാശത്തിൻ്റെ വക്കിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതാണ് ആ നിയന്ത്രണം ഇല്ലായ്മയാണ് ഇന്നത്തെ എല്ലാ അരാജകത്വത്തിനും കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് കൗമാരകാലത്ത് ഏതൊരു മനുഷ്യനും ശീലിക്കേണ്ടതാണ് ബ്രഹ്മചര്യം. നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വേണ്ട കാര്യങ്ങളിലേക്ക് നിയന്ത്രിച്ച് തിരിച്ചു വിടുന്നതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യം അപാരുഷ്യം. ഇത് നമ്മളെ നിത്യജീവിതത്തിൽ നാം ആരുമായി ഇടപെടുമ്പോഴും സ്വീകരിക്കേണ്ട ഒരു പ്രധാന തത്വമാണ് അപാരുഷ്യം എന്ന് പറയുന്നത്. എന്താണ് അപാരുഷ്യം? പാരുഷ്യം എന്നാൽ എന്താണ്? കർക്കശമായ പെരുമാറ്റം, കടുംപിടുത്തം, വാശി എന്നൊക്കെ പറയുന്ന ആ സ്വഭാവമാണ് പാരുഷ്യം എന്ന് പറയുന്നത്. അപാരുഷ്യം എന്ന് പറഞ്ഞാൽ പാരുഷ്യം ഇല്ലാതിരിക്കുക. അതാണ് ബ്രഹ്മചര്യമപാരുഷ്യം. നമ്മൾ ശീലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് ബ്രഹ്മചര്യവും അപാരുഷ്യവും. ആരോടും നമ്മൾ മൃദുവായി സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി വേണം പെരുമാറാൻ, സംസാരിക്കാൻ, അവരുമായി ഇടപഴകാൻ. അങ്ങനെ നാം എടുത്തു ചാടി മുതിർന്നവരോട് പോലും ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. ബ്രഹ്മചര്യമപാരുഷ്യം സത്യം ക്ഷമ തുടർന്നവ. സത്യം എവിടെയും നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം. സത്യം വദ ധർമ്മം ചര എന്നാണ്. സത്യം പറയൂ, അതുപോലെ ധർമ്മം അനുഷ്ഠിക്കൂ. അതാണ് നാം പ്രധാനമായും ചെയ്യേണ്ടത്. സത്യം, ക്ഷമ. അക്ഷമയോടുകൂടി എന്തും എടുത്തു ചാടി നമ്മൾ പ്രവർത്തിക്കരുത്. ക്ഷമയോടുകൂടി വേണം എന്ത് കാര്യവും നമ്മൾ നിർവഹിക്കാൻ. അതാണ് സത്യം ക്ഷമ തുടർന്നവ. സത്യം, ക്ഷമ, അപാരുഷ്യം, അതുപോലെ സ്നേഹം, ദയ, കാരുണ്യം മുതലായ നല്ല ഗുണങ്ങൾ. അതാണ് ഇവിടെ സത്യം ക്ഷമ തുടർന്നവ, സത്യം മുതലായവ.
ശീലിപ്പാനീശ്വരൻ തന്നോ. ഇതെല്ലാം ശീലിക്കാൻ ഈശ്വരൻ തന്ന അനുഗ്രഹമാണ് ഈ ജന്മം എന്ന് പറയുന്നത്. ശീലിപ്പാനീശ്വരൻ തന്നോ ഒരനുഗ്രഹ വിശേഷമാം. ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശേഷബുദ്ധിയോടുകൂടിയ മർത്യജന്മം. ആ മർത്യജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇത് തന്ന സർവേശ്വരനോട് നമുക്ക് എന്നെന്നും കടപ്പാടുണ്ട്. ആ സർവേശ്വര ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സ് ഈശ്വരമയമായി തീരുമ്പോൾ ഈശ്വരൻ അല്ലാതെ മറ്റൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥ എന്ന് നാം ബോധിക്കണം. അതാണ് ബ്രഹ്മചര്യമപാരുഷ്യം സത്യം ക്ഷമ തുടർന്നവാം. ശീലിപ്പാനീശ്വരൻ തന്നോ ഒരനുഗ്രഹ വിശേഷമാം. വിവരണത്തിൻ്റെ ആവശ്യമേ ഇല്ല, അത്രയും ലളിതമാണ്. ഇത് സ്വയം വായിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്.